ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മലപ്പുറംകാരുടെ സ്വന്തം മലപ്പുറം ബിരിയാണി കേട്ടോ. ബ്രോയിലർ കോഴി ഫ്രൈ ചെയ്താണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ചിക്കൻ മസാല പുരട്ടുന്നതിൻ്റെ 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്. ഇതെല്ലാം കൂടി കഴുകി വെച്ച ചിക്കനിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല പിടിക്കുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. മിക്സ് ചെയ്ത ചിക്കനെ 10 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം. ബിരിയാണി മസാലയ്ക്ക് വേണ്ടി ഇത്രയും ഐറ്റംസ് ആട്ടോ വേണ്ടത്. കാഷ്യൂ, മുന്തിരി, ഓണിയൻ ഓൾറെഡി ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഹാഫ് ഫ്രൈ ആട്ടോ ചെയ്യേണ്ടത്. ചിക്കൻ ഫ്രൈ ചെയ്ത് ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 6 kg നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ച ശേഷം 4 സവാള ആഡ് ചെയ്യാം. ഉള്ളി വാടുന്നതിനായി നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ 3 പച്ചമുളക്, 4 ടൊമാറ്റോ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ചിക്കൻ പൊരിക്കുമ്പോൾ നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് മല്ലിയില ആഡ് ചെയ്യുക. പിന്നെ ഫ്രൈ ചെയ്ത ചിക്കൻ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. മസാല ടേസ്റ്റിന് വേണ്ടി 1/4 ഗ്ലാസ് തൈരും ഒഴിച്ച് മിക്സ് ചെയ്ത് മല്ലിയിലും കൂടി ഇട്ട സാധനം സെറ്റായിട്ടോ. ഇനി റൈസ് ഉണ്ടാക്കാനായിട്ട് നെയ്യ് ഒഴിച്ച ശേഷം ഉള്ളി, ക്യാരറ്റ് മിക്സ് ചെയ്യുക. അതിലേക്ക് 6 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. പിന്നെ ഉപ്പിടുക, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് മല്ലിയില, പിന്നെ ബിരിയാണി എസൻസ് ഇട്ട് തിളച്ച വെള്ളത്തിലേക്ക് 3 ഗ്ലാസ് അരിയിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഞാനിവിടെ 3 ഗ്ലാസ് അരിയായിട്ട് എടുത്തത്, അതുകൊണ്ടാണ് 6 ഗ്ലാസ് വെള്ളം എടുത്തത്. സാധനം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി റൈസും മസാലയും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ മേലേക്ക് ഇനി കാഷ്യൂ, മുന്തിരി എല്ലാം ഇട്ടെടുത്തിട്ട് ഒന്ന് സെറ്റ്